പലപ്പോഴും ശ്രീനിജൻ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഫാദർ ഇൻ ലോയിലേക്കൊക്കെ വരാറുണ്ട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനായിട്ടിരുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ MLA ആയതിനു ശേഷം? അദ്ദേഹത്തിൻ്റെ നമ്മളോടുള്ള സമീപനം അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു? കാരണം വലിയൊരു ഞാൻ ഏതെങ്കിലും മതത്തിൽ അദ്ദേഹത്തിന് പേഴ്സണലി എൻ്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. ഞാൻ പക്ഷേ അല്ലാണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിയമപരമായിട്ട് ടെക്നിക്കലി ഏതെങ്കിലും ഒരു വിഷയം എനിക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, അച്ഛൻ ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ കൃത്യമായിട്ടൊരു അദ്ദേഹം പറഞ്ഞു തരും, ഇന്നതാണ് അതിൻ്റെ പൊസിഷൻ. ആ പൊസിഷൻ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യണമെന്നുള്ളത് അദ്ദേഹം നമുക്ക് തന്നെ വിട്ടുതരും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ആവശ്യത്തിനും നമുക്ക് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സുഹൃത്ത് വലയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് അത് ഗുണകരമായി. അല്ല, ഞാൻ ചോദിച്ചത് നമ്മുടെ ഇന്ത്യ കണ്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അപ്രീസിയേഷൻ നേടിയിട്ടുണ്ട് ഇതിനിടയിൽ എപ്പോഴെങ്കിലും? അപ്രീസിയേഷൻ നേടിയോണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മകളെ എനിക്ക് അപ്പോൾ അതാണ് അതിലെ ഏറ്റവും ഉത്തരം, എനിക്ക് നല്ലൊരു ഉത്തരം എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് വെറുതെ ഒരു അക്കാഡമിക്കലി ഒന്നും, ദാറ്റ് ഈസ് സോ പേഴ്സണൽ തിങ്. അദ്ദേഹം എന്നോട് വളരെ ഏറ്റവും സ്നേഹവും കരുതലായിട്ട് പെരുമാറുന്നത്. അങ്ങനെ ഒരു ചോദ്യമില്ല, അതിനപ്പുറം ഒരു ചോദ്യമില്ല.